തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി താനില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. എന്നാൽ മുരളീധരനെ പോലൊരു നേതാവ് ഈ സാഹചര്യത്തിൽ മാറി നിൽക്കുന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണം തീർക്കും. പ്രത്യേകിച്ച് സഹോദരിയായ പത്മജ ബി.ജെ.പിയിലേക്ക് പോയ സാഹചര്യത്തിൽ കോൺഗ്രസുകാർ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തുമെന്നും തന്റെ അനുഭവം അതാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പത്മജ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത്. തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ പരാജയപ്പെടും, അദ്ദേഹം ഡി.സി.സി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുമെന്നും പത്മജ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ബലിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും. ഇതോടെ മുരളിയുടെ പിണക്കം മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം. ഇപ്പോഴത്തെ അതൃപ്തി മറന്ന് മുരളീധരൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസം പാലക്കാട് എം.പി വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഷാഫി പറമ്പിലിന് പകരക്കാരനായി മുരളി എത്തിയാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു.ഡി.എഫിന് ലഭിച്ചത് 52,779 വോട്ടാണ്. നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുരളീധരൻ എത്തിയാൽ വളരെ എളുപ്പം ജയിച്ചു കയറാമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത്. ഇതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരനും സഹോദരി പത്മജ വേണുഗോപാലും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാമെന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. പത്മജയുടെ ബി.ജെ.പിയിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവുമെല്ലാം ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കെ മുരളീധരൻ വരുന്നതോടെ ബി.ജെ.പി വെട്ടിലാകും. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ ബി.ജെ.പിയെ ഇത്തവണയും തോൽപ്പിക്കുക എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്.